ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഷഅബാനിന്റെ വളരെ പവിത്രമായ ഒരു രാവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഷഅബാനിലെ 15ാമത്തെ രാവ് ബറാഅത്തിന്റെ രാവാണ്. സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, വളരെ ബറക്കത്തുള്ള ഒരു രാവിൽ നമ്മൾ ഖുർആനിന്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസ്സിരീങ്ങളിൽ ചില പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അലി ഇബ്നു മുഹമ്മദ് അൽ ഖാസിൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ലുബാബ് തഅ്വീലിലടക്കം ഷഅബാനിന്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ 15ന്റെ രാവാണിത്, ബറാഅത്തിന്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട്. മറ്റ് ഒട്ടനേകം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ജമൽ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ജലാലൈനിയുടെ തഫ്സീർ ചെയ്തപ്പോൾ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു രാത്രി ജന്നത്തുൽ ബഖീഇലേക്ക് പോയത് ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്ന രാവിൽ ആയിഷ ബീവി നബി തങ്ങളെ കാണാതെയായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ജന്നത്തുൽ ബഖീഇലെത്തി തങ്ങളെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുകയും നബി തങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തിരിച്ചു വീട്ടിലേക്ക് ഓടി വന്നതും കിതപ്പോടുകൂടെ കിടന്നതും നബി തങ്ങൾ കാര്യം തിരക്കിയതും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ ആയിഷ ഇതേത് രാത്രിയാണെന്ന്? ഇത് ബറാഅത്തിന്റെ രാവാണ്. അള്ളാഹു അവന്റെ റഹ്മത്തുമായി ഭൂമി ലോകത്തിന്റെ പടിവാതിലിക്കൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് മാപ്പ് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാം, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് അള്ളാഹു പറയുന്ന ഒരു രാവാണിത്. അവിടെ തന്നെ പറഞ്ഞു, പിണങ്ങിക്കഴിയുന്ന ആളുകൾക്ക്, പിണക്കമുള്ള ആളുകൾക്ക്, മുഷാഹിൻ, പരസ്പരം പിണക്കത്തോടുകൂടെ കഴിയുന്ന ആളുകൾക്കൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഔ മുശ്രിക്കിൻ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിക്ക് എന്ന് പറഞ്ഞ് നബി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ മഗ്ഫിറത്തും റഹ്മത്തും ഇറങ്ങുന്ന ഒരു രാവാണിത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രാവിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പകൽ ഇൻഷാ അല്ലാഹ് പകൽ സുന്നത്തായിട്ട് നോമ്പനുഷ്ഠിക്കാൻ വളരെ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അതിന് സാധ്യമാകണം, കഴിയുന്ന ആളുകൾ അത് എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആകളും പ്രാർത്ഥനകളും വളരെ കൂടുതൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കേണ്ട സമയമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബ്ദുൽ ബർ അൽ വനാഇ റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ കാലങ്ങളിൽ ഹിജ്റ 1100കളിൽ കഴിഞ്ഞുപോയ ഈജിപ്തുകാരനായ പ്രഗത്ഭനായ ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഇതിനെ സംബന്ധിച്ച് ഒരു റിസാല തന്നെ എഴുതിയിട്ടുണ്ട്, ഷഅബാനിന്റെ ഈ രാവിന്റെ മഹത്വത്തെ സംബന്ധിച്ച്. അവിടെയാണ് ഈ രാത്രിയിൽ 3 യാസീൻ നമ്മൾ ഓതൽ പുണ്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നത്. അതായത് ഒന്നാമത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയും, രണ്ടാമത്തേത് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ വേണ്ടിയും, മൂന്നാമത്തേത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ, അല്ലെങ്കിൽ സുഅദാഇൽ വിജയിക്കുന്നതിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടെ ഇങ്ങനെ 3 യാസീൻ ഓതലും സൂറത്തു ദുഖാൻ ഓതലും വളരെ പ്രത്യേകമായ ദിക്റുകൾ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നതടക്കമുള്ള ദിക്റുകൾ 100 പ്രാവശ്യം ചൊല്ലലും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 പ്രാവശ്യം, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും സദഖയും ചെയ്ത് ഈ രാവിനെ നമ്മൾ ശ്രേഷ്ഠതയോടുകൂടെ